യൂട്യൂബ് ചാനൽ. അപ്പോൾ 2 ദിവസത്തെ റെസ്റ്റിന് ശേഷം ഞാൻ ബാക്ക് ടു ജിം ആൻഡ് ബാക്ക് ടു ഓഫീസാണിന്ന്. അപ്പോൾ രാവിലെ എണീച്ച് നേരെ ജിമ്മിലേക്ക് പോയത്. എനിക്ക് പോകാൻ മടിയില്ലാത്ത 2 സ്ഥലങ്ങളാണ് എൻ്റെ ജിമ്മും അതുപോലെ തന്നെ ഓഫീസും. ഇത് വർക്കൗട്ടിന് ശേഷം എടുത്തതാട്ടോ. അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നിട്ടാണ് ഞാൻ താഴേക്ക് ഇറങ്ങി. ഞാൻ ലാസ്റ്റ് കാർഡിയോയാണ് കേട്ടോ ചെയ്യണേ. അതെൻ്റെ ട്രെയിനർ പറഞ്ഞെന്താണ്, ഡെയിലി നമ്മൾ ത്രെഡ്മില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് കാണാൻ പറ്റും കേട്ടോ. അത് എൻ്റെ കേസിൽ നല്ലോണം വർക്കായിട്ടുണ്ട്. അങ്ങനെ വേർത്ത് കുളിച്ച് ഞാൻ ഇറങ്ങണേനാണ് കാണുന്നത്. എന്നിട്ട് എന്താ പറയുക, ആ വേർപ്പിനൊരു സുഖമുണ്ട്, അത്രയും നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത്. ദെൻ നേരെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഓഫീസിൽ പോകാനുള്ള തിരക്കും വീട്ടിൽ കുറച്ച് വർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആയിട്ട് എൻ്റെ ടൈം പോവും. അങ്ങനെ വീട്ടിലെത്തി പിന്നെ കുളിച്ച് റെഡിയായി ബാക്കി വർക്കൊക്കെ തീർത്ത് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. എൻ്റെ പൂച്ചക്കൊരു ബൈയൊക്കെ കൊടുത്തു. ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടായി. ഉമ്മ അവിടെ ചെടിയൊക്കെ നനയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ചധികം നേരം പോസ്റ്റ് കിട്ടി ബസ് വരാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഞാൻ എടുക്കില്ല കേട്ടോ. കാരണം പിന്നെ ഞാനും മ്യൂസിക്കും മാത്രം. എന്നിട്ട് പിന്നെ നേരെ എൻ്റെ ഓഫീസ്, എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ നേരെ ഓഫീസിലേക്ക് എൻ്റർ ചെയ്തു. എൻ്റെ ഫ്ലോറിലെത്തി, ലാപ്പൊക്കെ ഓണാക്കി. കോളേജ് എത്തിയിട്ടില്ല കേട്ടോ, അവർ ഓൺ ദ വേയാണ്. എന്നിട്ട് ഞാൻ പിന്നെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. എൻ്റെ കൊളീഗ്സ് വന്നു, എല്ലാവരും മീറ്റ് ചെയ്തു. സോ ഹാപ്പി. പിന്നെ എന്താ, ക്രിസ്മസ് ആയിട്ട് ഡെക്കറേറ്റിംഗ് ഒക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ശേഷം കുറച്ചും കൂടി ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായി. അതിൻ്റെ ഒപ്പം തന്നെ ഇവരുടെ കുറേ ചളി ഞാൻ മിസ് ചെയ്തായിരുന്നു. അതൊക്കെ തിരിച്ച് കിട്ടിയപ്പോൾ സന്തോഷമായി. പിന്നെ ആ ഡെക്കറേഷനൊക്കെ എനിക്ക് എല്ലാം വിശദീകരിച്ച് പറഞ്ഞറിയേണ്ടവർ, ഞാൻ ഉണ്ടായില്ലല്ലോ 2 ദിവസം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞറിയണവൾ. എന്നിട്ട് പിന്നെ ഫുള്ളായിട്ട് എല്ലാവരുടെയും അവിടെ ഇങ്ങനെ ലൈറ്റ്സൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ സാറ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഡെക്കറേറ്റ് ചെയ്യാൻ. കുറേയൊക്കെ ഞങ്ങൾ ആ ഒരു ട്രീയില്ലേ, ആ മിനി ട്രീയിൽ ഞങ്ങൾ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രസം കേട്ടോ. ഈ നേരിട്ട് വ്യൂ കാണാൻ ഭയങ്കര രസം. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാട് പോലെയാണ്, മീൻസ് റോഡിൻ്റെ അവിടെ. അപ്പോൾ അതും ഈ ഒരു വ്യൂവും കൂടിയും ഭയങ്കര രസമായിരുന്നു നമുക്ക് ഓഫീസിലിരുന്ന് കാണാനായിട്ട്. അപ്പോൾ ആളെന്തൊക്കെയോ അഴിച്ച് അവിടെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്, ക്യൂട്ടല്ലേ എന്നൊക്കെ ചോദിക്കേണ്ട അതിൻ്റെ ഒപ്പം. അപ്പോൾ അത് കുറച്ച് നേരം എന്താ പറയുക, രാവിലെ തന്നെ സെറ്റാക്കിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. പിന്നെയും പറയുന്നത് അത്രയ്ക്ക് എന്താ പറയുക, ഒരു എസ്തറ്റിക് വ്യൂ ആയിരുന്നു അവിടെ. ഇതൊക്കെ സാറ് വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ പയ്യെ വർക്കിലേക്ക് കടന്നു. മോർണിംഗ് ടാസ്കൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. മോർണിംഗ് ടാസ്ക് നമുക്ക് എന്ത് പറഞ്ഞാലും ലേറ്റാക്കാൻ പറ്റില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തേയും പോലെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവരായിട്ട് സംസാരിക്കും. പിന്നെ ഞങ്ങളുടെ ഓഫീസ് മേറ്റ്സ് ട്രിപ്പ് അയക്കണേരം അവരില്ല കേട്ടോ. അവരില്ലാത്തതിന് നല്ലൊരു കുറവുണ്ട്. അവരുടെ ചളിയുടെയും ഭയങ്കര എൻ്റർടൈനിങ് എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അവരില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്. പിന്നെന്താ, കുറേ നേരം വർക്കാറ് നിന്ന് സാറുണ്ടായിട്ടോ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെയൊക്കെ ഇരുന്നു. പിന്നൊരു ഗ്യാപ്പ് ഇട്ടിപ്പോൾ മുകളിൽ ലൈറ്റ്സ് ഡെക്കറേറ്റ് ചെയ്തേക്കണ കേട്ടോ കാണിക്കണേ, മനസ്സിലായി എന്ന് കരുതുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് എന്താ പറയുക, വാഷ്റൂമിൽ പോകാനായിട്ടൊന്ന് ഇറങ്ങി, ഞാനും അവളും കൂടി. എന്നിട്ടും പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് നേരം കണ്ണാടിയൊക്കെ നോക്കി നിന്നിട്ട് തിരിച്ച് ഓഫീസിലേക്ക് കയറിയാണ്. അപ്പോഴേക്കും ഒരു ഉച്ചയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഓഫീസിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, ഫുഡ് കഴിക്കാറായി. അപ്പോഴത്തേക്കും 2 പേർക്കും നല്ല വിശപ്പ്, മീ ടു കേട്ടോ, നല്ല വിശപ്പുണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ ബേസ്മെൻറ്റിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അവൾക്ക് വല്ലാത്തൊരു വിശപ്പായിരുന്നു കേട്ടോ. എന്നിട്ട് ആസ് യൂഷ്വൽ അവരുടെ ഗുസ്തി ബിരിയാണി കാണണേ. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ താഴേക്ക് പോയിട്ടോ. ഇന്ന് ഞങ്ങൾ മാത്രം ഉണ്ടായുള്ളൂ ലിഫ്റ്റിൽ, അത് വേറൊരു കാര്യം. അപ്പോൾ ആ ഇടയിലെടുത്തൊരു എന്താ പറയുക, ഒരു ക്യാപ്ചറാണത്. എന്നിട്ട് നേരെ ഞങ്ങൾ ഓഫീസിലേക്ക് എൻ്റർ ചെയ്യാൻ പോവേ. അങ്ങനെ ഓഫീസിൽ എൻ്റർ ചെയ്തു. അപ്പോൾ വർക്കിലേക്ക് കയറാൻ പോകുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ കൊളീഗ്സ് എൻ്റെ ചാനലിലിരുന്ന് കാണണേ കേട്ടോ.
അവർ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗും ഒക്കെ കണ്ട് ഓരോ അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. അവർ മിസ് ചെയ്തോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവർ ഭയങ്കര സപ്പോർട്ടിങ് ആണ് കേട്ടോ എല്ലാത്തിനും. എന്താ പറയുക, ഐ എം ഹാപ്പി. അവരെൻ്റെ കൂടെ ഉള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് പിന്നെ വർക്കിലേക്ക് കടന്നു കേട്ടോ. വർക്ക് റീസ്റ്റാർട്ട് ചെയ്തു. എന്താ പറയുക, പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ സംസാരിക്കും. അതുപോലെ തന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൊബൈൽ നോക്കും. അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ വർക്കാണ് മെയിനായിട്ട് നടക്കുള്ളൂ ഉച്ച കഴിഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓഫീസ് മേറ്റ്സ് ഇല്ലാത്ത കാരണം മിണ്ടിയും പറഞ്ഞിരിക്കാൻ പുറത്തുനിന്ന് ആരും ഉണ്ടായില്ല. പിന്നെ ഇത് അവൻ ചെയ്ത വർക്കാട്ടോ, നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ അവൻ ചെയ്തൊരു വെബ് പേജാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവൻ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ അഭിപ്രായം പറയുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ഇരുന്നപ്പോൾ ഞങ്ങളുടെ സാറ് ഫുഡൊക്കെ കഴിച്ച് വന്നു. സാറ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു കുക്കീസാണെന്നറിയില്ല, ഒരു മസാല ടേസ്റ്റ് വരുന്നതാണ്. നല്ല എരിവൊക്കെ ഉണ്ടായിട്ട് ഒരു ഐറ്റമാണ്. സ്പൈസിനെസ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ഐറ്റമായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഫ്ലോറിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. മൊത്തം കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ക്രിസ്മസ് ആയത് കാരണം എല്ലാവരും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞാൻ ഇറങ്ങി. സൂര്യൻ എന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നൊക്കെ. അങ്ങനെ പോണ വഴിക്ക് ഒരു ബൂസ്റ്റ് കുടിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഡേ. ഞാൻ ഹാപ്പി ആയിരുന്നു, കാരണം 2 ദിവസത്തിന് ശേഷം എൻ്റെ കൊളീഗ്സിനെ കണ്ടു, വർക്കൗട്ട് ചെയ്തു ഒക്കെ കൊണ്ട് ഇന്ന് ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.